ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് അപ്പോസ്തലൻ്റെ പല സാക്ഷ്യങ്ങളും വചനം പഠിക്കുന്ന ഏതൊരു വചന പഠിതാവിനെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. പൗലോസ് മാനസാന്തരപ്പെടുന്ന സമയത്ത് ദൈവം പറഞ്ഞത്, എൻ്റെ നാമം വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത ഒരു പാത്രമാണ് ഇവനെന്നായിരുന്നു. ബൈബിളിൽ കോപപാത്രങ്ങളെക്കുറിച്ചും മാനപാത്രങ്ങളെയും ഹീനപാത്രങ്ങളെയും കുറിച്ചും നിന്ദാപാത്രങ്ങളെക്കുറിച്ചും കരുണാപാത്രങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പൗലൂസിനെ ദൈവം തൻ്റെ നാമം വഹിപ്പാൻ ഒരു പാത്രമായിട്ട് തിരഞ്ഞെടുത്തു. തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ നാം കാണുന്നുണ്ട്, ഒരു വീട്ടിൽ പല പാത്രങ്ങളുണ്ട്, എന്നാൽ തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ യജമാനന് പ്രയോജനവും ഉപയോഗവും ഉള്ള ഒരു മാനപാത്രം പോലെ ആയിരിക്കും. റോമാലേഖനം 15-ാം അധ്യായം 17 മുതൽ ഉള്ള വേദഭാഗങ്ങൾ, ക്രിസ്തുയേശുവിൽ എനിക്ക് ദൈവസംബന്ധമായി പ്രശംസയുണ്ട്. ക്രിസ്തു ഞാൻ മുഖാന്തിരം ജാതികളുടെ അനുസരണത്തിനായിട്ടും വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും പറയുവാൻ ഞാൻ തുനിയുകയില്ല. വളരെ മനോഹരമാണ് പൗലോസിൻ്റെ ഈ വാക്കുകൾ. ദൈവം തന്നിലൂടെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചല്ലാതെ തൻ്റെ കുടുംബ ശ്രേഷ്ഠതയോ വിദ്യാഭ്യാസ യോഗ്യതയോ താൻ എവിടെ നിന്നാണ് പഠിച്ചതെന്നോ തനിക്ക് എന്തുമാത്രം കഴിവുണ്ടെന്നോ ഇതൊന്നും പറയുവാൻ ഞാൻ തയ്യാറല്ല എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഞാനല്ല ഇതൊക്കെ ചെയ്യുന്നത്, എന്നിലൂടെ എൻ്റെ കർത്താവാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഈ ബോധ്യമായിരുന്നു പൗലോസിനെ ഏറ്റവും വിനയമുള്ളവനാക്കി മാറ്റിയത്. എന്നിലൂടെ ക്രിസ്തു ജീവിക്കുന്നു, എന്നിലൂടെ കർത്താവ് സംസാരിക്കുന്നു, ദൈവം എന്നിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പ്രശംസിപ്പാൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും തൻ്റെ ശുശ്രൂഷയിൽ നടന്ന പല അത്ഭുതങ്ങളും തനിക്ക് വിവരിപ്പാനുണ്ടായിരുന്നെങ്കിലും അതൊന്നും താൻ പറയാത്തതിൻ്റെ കാരണമാണ് ഇവിടെ പറയുന്നത്. 17-ാം വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് ദൈവത്തിനു വേണ്ടി ക്രിസ്തുയേശുവിൽ ഞാൻ ചെയ്ത കാര്യങ്ങളെപ്പറ്റി എനിക്ക് നല്ല മതിപ്പുണ്ട്. തൻ്റെ ശുശ്രൂഷ താൻ അവലോകനം ചെയ്യുമ്പോൾ ആ ശുശ്രൂഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തനിക്ക് കഴിഞ്ഞല്ലോ എന്നോർത്ത് തൻ്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള മതിപ്പാണ് പൗലോസ് ഇവിടെ പറയുന്നത്. 18-ാം വാക്യത്തിൽ ഞാൻ തനിയെ ചെയ്ത കാര്യങ്ങളെപ്പറ്റി ഒന്നും ഞാൻ സംസാരിക്കില്ല. ദൈവാനുസരണത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കുന്ന നിലവാരത്തിലേക്ക് ജാതികളെ നയിക്കുവാൻ യേശു എന്നെക്കൊണ്ട് ചെയ്ത കാര്യങ്ങളെപ്പറ്റി മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. ഞാൻ പ്രസംഗിച്ചതും പ്രവർത്തിച്ചതും പറഞ്ഞതുമായ കാര്യങ്ങൾ മൂലമാണ് ജാതികളായിട്ടുള്ള ആളുകൾ ദൈവത്തെ അനുസരിപ്പാൻ തയ്യാറായത്. വീര്യപ്രവൃത്തികളുടെ ശക്തിയാലും അവർ കണ്ട വൻ കാര്യങ്ങളാലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലുമാണ് അവർ ദൈവത്തെ അനുസരിച്ചത്. ഇതാണ് പൗലോസിൻ്റെ തിരിച്ചറിവ്. അതിനകത്ത് എനിക്ക് യാതൊരു റോളുമില്ല, ചെയ്തതെല്ലാം ദൈവമാണ്, എന്നിലൂടെ മാത്രം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ തനിക്ക് അഭിമാനമുണ്ട്, മതിപ്പുണ്ട്. എന്നാൽ അതിലൊന്നും താൻ പുകഴുന്നില്ല, പ്രശംസിക്കുന്നില്ല. ദൈവം തന്നിലൂടെ ഇരുന്ന് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് സംസാരിപ്പാൻ താൻ എപ്പോഴും ആഗ്രഹിച്ചത്. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. ക്രിസ്തുവിലായിരുന്നു തൻ്റെ ശുശ്രൂഷകളെല്ലാം. താൻ സന്തോഷിച്ചിരുന്നതും താൻ ബലപ്പെട്ടിരുന്നതും താൻ ശക്തി പ്രാപിച്ചിരുന്നതും എല്ലാം ക്രിസ്തുവിലായിരുന്നു. കർത്താവിലുള്ള തൻ്റെ സന്തോഷം, കർത്താവിലാണ് താൻ ബലപ്പെട്ടത്, കർത്താവിലാണ് താൻ വസിച്ചിരുന്നത്. അതുകൊണ്ട് ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ പൂർത്തീകരിപ്പാൻ തനിക്ക് കഴിഞ്ഞു. അത് തൻ്റെ സ്വന്തം കഴിവുകൊണ്ടല്ല, തനിക്ക് ഏതെങ്കിലും മനുഷ്യൻ തന്ന അധികാരം കൊണ്ടല്ല, അങ്ങനെയൊന്നും ഒരിക്കലും പൗലോസ് ചിന്തിക്കുന്നില്ല.
പൗലോസ് തന്നെക്കുറിച്ച് എവിടെയെങ്കിലുമൊക്കെ പറയുവാൻ തുനിഞ്ഞപ്പോൾ ആ പൗലോസ് എപ്പോഴും പറഞ്ഞത്, എന്നിലൂടെ ദൈവം പ്രവർത്തിച്ചു, ഞാനല്ല, എന്നിൽ വെളിപ്പെട്ട ദൈവകൃപയത്രേ എന്ന് എത്രയോ പ്രാവശ്യം പൗലോസ് പറഞ്ഞു. എല്ലാവരെക്കാളും അധികമായി ഞാനാണ് അധ്വാനിച്ചത്, പക്ഷെ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപ. ഞാനല്ല. തൻ്റെ സ്വയത്തെ താൻ അവിടെ മരിപ്പിക്കുന്നു. പൗലോസ് എത്ര വിശ്വസ്തനായ ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായിരുന്നു. യേശു തന്നിലൂടെ പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും തനിക്ക് പറയാനില്ല. ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഇരിക്കണമെന്നുള്ള തൻ്റെ ആഗ്രഹം. യേശു എന്നിൽ ജീവിക്കുന്നു എന്നുള്ള സാക്ഷ്യം, ഞാനല്ല, യേശു അത്രയും ജീവിക്കുന്നത് എന്നുള്ള തൻ്റെ ജീവിത ലക്ഷ്യം എത്ര അനുഗ്രഹമാണ്. നമുക്കും ഈ മനോഭാവമല്ലേ ഉണ്ടാകേണ്ടത്? നാം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതെല്ലാം നമ്മുടെ കഴിവുകൊണ്ട്, ശക്തി കൊണ്ട്, അറിവുകൊണ്ട്, പാണ്ഡിത്യം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് ചെയ്തു എന്ന് വമ്പ് പറയുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെയല്ലേ നാം അപഹരിച്ചെടുക്കുന്നത്? എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും കൊടുക്കില്ല എന്ന് കർത്താവാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ദൈവം നമ്മിലൂടെ ചെയ്യുന്ന കാര്യങ്ങൾ നാമാണ് ചെയ്തത് എന്ന് അവകാശപ്പെടരുത്. അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും മഹത്വവും ബഹുമാനവും ദൈവത്തിന് മാത്രം കൊടുക്കണം. അതായിരുന്നു പൗലോസ് ചെയ്തത്. പരിശുദ്ധ പിതാവേ, അനേകർ ദൈവത്തിൻ്റെ മഹത്വം അപഹരിച്ചെടുക്കുമ്പോൾ എല്ലാ മഹത്വവും ദൈവത്തിന് നൽകുവാനുള്ള വിനയവും കൃപയും താഴ്മയും പൗലോസിനെ പോലെ എല്ലാവർക്കും നൽകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടാടിയങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടാടിയങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശു.